നിമോണിയ ബാധിച്ച കുട്ടിയെ തുണിയിൽ പൊതിഞ്ഞ് വഴിയരികിൽ കിടത്തിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കിടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാലോ? അതെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വിചിത്ര മനുഷ്യരെ പറ്റിയും അവരുടെ ആചാരങ്ങളെ പറ്റിയും അവരുടെ വൃത്തിഹീനമായ ജീവിത രീതിയെ പറ്റിയുമാണ്. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 11ാമത്തെ ദിവസമാണ് ഇന്ന്. ബോംബെ നഗരത്തിലെ അവസാന ദിവസവും. ഇന്ന് ഞാൻ അന്ധേരി നഗരത്തിൻ്റെ അടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ചേരിനിവാസികൾ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റാണ്. അന്ധേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് സമീപത്ത് തുറസായ സ്ഥലത്ത് ചോർന്നൊലിക്കുന്ന രീതിയിൽ കാണുന്ന ഹ്യൂമൻ വേസ്റ്റാണിത്. അത് ഒഴുകിപ്പോകുന്നതാട്ടെ ഒരു പബ്ലിക് പ്ലേസിലേക്ക്. അവരെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചെന്നപ്പോഴാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. അന്ധേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റെയിൽവേ ട്രാക്കിന് സമീപം ഇപ്പോൾ നിങ്ങൾ കാണുന്ന സാഹചര്യത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളടക്കം കുളിക്കുന്ന ഒരു കുളിമുറിയാണിത്. ഇവരൊരു 100 പേരെങ്കിലും ഉണ്ടാവും ഈ സ്ഥലത്ത്. ഇവരുടെ ജീവിതമാർഗമാട്ടെ അതിലും രസകരമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പാവയാണ് അവരുടെ ദൈവം. ഇത് വിഗ്രഹമാണെന്ന് പറയാത്തതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടുത്തെ സ്ത്രീകൾ കൈകൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു പാവയാണിത്. ഇതിൽ മഞ്ഞളും ഭസ്മവും മറ്റും ചാർത്തി ഇവിടുത്തെ പുരുഷന്മാർ മറ്റുള്ള വീടുകളിൽ പോയി ദൈവമാണ് എന്ന് പറഞ്ഞ് കാശ് വാങ്ങിക്കാറാണ് പതിവ്. അതാണ് ഇവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത്. ഇത്രയും വൃത്തിഹീനമായ സ്ഥലത്തിരുന്നാണ് അവർ ഭക്ഷണം പാചകം ചെയ്യുന്നത് തന്നെ. രോഗങ്ങൾ ഉണ്ടാകാൻ ഇതിൽ കൂടുതൽ കാരണമായി മറ്റെന്താണ് വേണ്ടത്? മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് വരെ അവരുടെ അടുക്കിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു കുട്ടിയെ പുതപ്പിൽ പൊതഞ്ഞ് പുറത്ത് കിടത്തിയിരിക്കുന്നത് കണ്ടത്. അതിൻ്റെ ദേഹത്താസകലം ഈച്ചയും മറ്റും വന്നിരിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിമോണിയ ബാധിതനാണെന്ന് അതിൻ്റെ അമ്മ പറഞ്ഞത്. അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുന്ന കാഴ്ചയാണിത്. കുട്ടിയെ അപ്പോൾ തന്നെ അവിടുന്ന് അമ്മയെ കൊണ്ട് ഞാൻ എടുപ്പിച്ച് നിമോണിയുള്ള കുട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ രോഗങ്ങളെപ്പറ്റിയും അത് കൈകാര്യം ചെയ്യേണ്ട മാർഗങ്ങളെപ്പറ്റിയും വലിയ ധാരണയില്ലാത്തത് തന്നെയല്ലേ ഇന്ത്യയിൽ ശിശുമരണങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും അധികം കാരണമായ കാര്യങ്ങൾ. അത് ആശുപത്രിയിൽ നിന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അങ്ങനെ ഇത്രയും വൃത്തിഹീനമായ സ്ഥലം മുഴുവനായി പറ്റില്ലെങ്കിലും കുറച്ചെങ്കിലും വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്നെ അതിശയിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ആ സ്ഥലം വൃത്തിയാക്കുകയോ അവിടുത്തെ സ്ഥലത്തിൻ്റെ അവസ്ഥകൾ പുറംലോകം കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസുകാരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ വന്ന് അവരെ ഉപദ്രവിക്കും എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. സത്യത്തിൽ നമ്മുടെ നാട് ഇങ്ങനെയാവാൻ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ അധികാരികൾ തന്നെയല്ലേ. സഹായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സഹായിക്കാൻ പറ്റാത്തതിൽ ഒരുപാട് നിരാശയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ്.